ഇറാൻ US സംഘർഷം സങ്കീർണമാവുകയാണോ? കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടയിൽ ഇറാന് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ന്റെ ആണവ വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിക്കണമെന്ന ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി 10 ദിവസത്തെ സമയം നൽകുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നു. അതിനൊപ്പം ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും ഉപേക്ഷിക്കണം. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നതായി ഇറാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്തയച്ചു. US മേഖലയിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നു, ഇറാനെ ആക്രമിക്കാനുള്ള നീക്കമാണിത്. ആക്രമണം ഉണ്ടായാൽ ഇറാനിലെ US സേനാ സംവിധാനങ്ങൾക്കും സൗകര്യങ്ങൾക്കും മേൽ ഇറാൻ തിരിച്ചടിക്കും. വിഷയത്തിൽ സുരക്ഷാ കൗൺസിൽ ഇടപെടണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. അതിനിടെ ഇറാന്റെ റഷ്യക്കെത്തുകയാണ് റഷ്യയും ചൈനയും. ട്രംപ് ഇറാനെതിരെ നിരന്തരം ഭീഷണി മുഴക്കുമ്പോഴാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ സൈനികാഭ്യാസം. ഇറാനൊപ്പം റഷ്യയും ചൈനയും അണിനിരന്ന സൈനികാഭ്യാസം US-നും ഇസ്രായേലിനും ഒരു താക്കീതാണെന്നാണ് വിലയിരുത്തൽ. ഇറാന് സമീപം US സേന വൻ സൈനിക സന്നാഹം ഒരുക്കുന്നതിനിടെയാണ് ഇറാനൊപ്പം റഷ്യയും ചൈനയും ചേർന്ന് സൈനികാഭ്യാസം നടത്തിയത്. റഷ്യയും ഇറാനും ചേർന്നുള്ള സംയുക്ത നാവികാഭ്യാസം ഒമാൻ കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കൻ തീരത്തുമാണ് നടത്തുന്നത്. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് എന്ന പേരിലുള്ള സംയുക്താഭ്യാസമാണ് ഈ രാജ്യങ്ങൾ ചേർന്ന് ഹോർമൂസ് കടലിടുക്കിൽ നടത്തുന്നത്. അതിനിടെ റഷ്യ US-ന് മുന്നറിയിപ്പും നൽകി. ഇറാനെ ആക്രമിച്ചാൽ അത് തീക്കളിയാകുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. റഷ്യയുടെ വിദേശകാര്യമന്ത്രിയാണ് US-ന് താക്കീത് നൽകിയത്. മേഖലയിൽ ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. US-ന്റെ ആക്രമണമുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ആണവോർജ്ജ മേധാവിയുമായി ഇറാൻ സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US-മായുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്ക് മുന്നോടിയായിട്ടായിരുന്നു ആണവോർജ്ജ മേധാവിയുമായുള്ള കൂടിക്കാഴ്ച. ഇറാന്റെ സംഘത്തിൽ റഷ്യയുടെയും ചൈനയുടെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഇറാനും ചൈനയും റഷ്യയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. ഈ 3 രാജ്യങ്ങളിലെയും അംബാസഡർമാരാണ് ചർച്ച നടത്തിയത്. വിയന്നയിൽ വെച്ചായിരുന്നു ചർച്ച. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവവികാസങ്ങളാണ് ചർച്ച ചെയ്തത്. ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതിയെക്കുറിച്ച് 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇതുവരെ നിരവധി തവണ യോഗങ്ങളും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി സംയുക്ത കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്.